ചേട്ടാ തോറ്റെടുത്താണ് മെസ്സി ജയിച്ചു വന്നത്. അതാണ് മെസ്സി. കാരണം മെസ്സി കപ്പടിക്കും. കാരണം വെച്ചാല് ഒരു മന്ത്രവാദിക്കും പൂട്ടാൻ കഴിയൂല. ഒരു മന്ത്രവാദിയുടെ പൊടിയും ചെലവാകൂല. പിന്നല്ലാതെ അതൊക്കെ പൗഡർ, കുട്ടിക്കോളം പൗഡർ. ഒരു മന്ത്രവാദിയുടെ പൊടിയും. എനിക്ക് 51 വയസ്സായി. ഞാൻ മെസ്സി ഫാനാണ്. ഐ ലവ് യു മെസ്സി. ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം. കാരണം ഒരു മന്ത്രവാദിയുടെ പൊടിയും ചെലവാകില്ല എന്നാണ് പറഞ്ഞത്. ഒരു മന്ത്രവാദിയുടെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് പിടിച്ചു പോയോ ഹൃദയം? കളിയാണ് പറഞ്ഞ സൂപ്പറായിരുന്നു. പോയി അർജന്റീന. ഓക്കെ, എന്തായാലും ലയണൽ മെസ്സി എന്ന ഇതിഹാസം ഒരിക്കൽ കൂടി മെസ്സി തെളിയിക്കുകയാണ്. എനിക്ക് പകരക്കാരനില്ല കേട്ടോ. ഈ മത്സരം കൈവിട്ടു പോയതാണ്. 2-0 70 മിനിറ്റ് കഴിഞ്ഞു. നമ്മളാകെ സ്റ്റക്കായി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യാന്നറിയില്ല. അപ്പോഴാണ് ഈ ഒരു തിരിച്ചു വരും 3 ഗോളുകൾ. ഇതുപോലൊരു മത്സരം നമ്മൾ ഇതിന് മുൻപ് എങ്ങും കണ്ടിട്ടില്ല. അല്ല മഹേഷ, നമ്മള് ഈ ബ്രസീൽ ഫാൻസ് കുറെ മന്ത്രവാദമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 25 മിനിറ്റ് കൊണ്ട് 3 ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ അത് അർജന്റീനയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് നമ്മൾ അടിച്ചു, നമ്മൾ ജയിച്ചു. പിന്നെ അതിനകത്ത് എന്താണ് ശ്വാസം നിന്ന് പോയോ? ശ്വാസം നിന്ന് പോയിട്ടില്ല. പല ആൾക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട്. ബിബിൻ ജെയിംസ് വിളിക്കുന്നുണ്ട്, ചിതാ ജഗത് വിളിക്കുന്നുണ്ട്. അങ്ങനെ ബ്രസീലിന്റെ പല ഫാൻസ് നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ ശ്വാസം നിന്ന് പോകാൻ നമുക്കറിയാലോ. നമ്മൾ അടിക്കും, നമ്മൾ ജയിക്കും എന്ന് നമുക്കറിയാം. അവസാന നിമിഷം വരെ നമുക്ക് കോൺഫിഡൻസിന് യാതൊരു കുറവുണ്ടായില്ല. നമ്മൾ അടിക്കും, നമ്മൾ ജയിക്കും. നമ്മൾ അടിച്ചു, നമ്മൾ ജയിച്ചു. ബിജിൻ ബായന്തോട് ഇവിടെ ആഹ്ലാദ പഠനത്തിന് വലിയ നേതൃത്വം നൽകിയ നമ്മളെ ബിജിൻ ബായന്തോടിനെ കൂടി ഇവിടെ കൊണ്ടുവരും. എന്തായാലും ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. ആഘോഷം ഇന്ന് ഉറങ്ങാൻ പറ്റില്ല അർജന്റീനയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലൊരു മടങ്ങി വരവ് ഒരു പക്ഷേ ചരിത്രത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ ഇങ്ങനെ നോക്കി. നമ്മൾ ലോകകപ്പ് കഴിഞ്ഞ ഫൈനലിൽ നമുക്ക് ഓർമ്മയുണ്ട്. ഫ്രാൻസ് വേഴ്സസ് അർജന്റീന മത്സരത്തിലെ അവസാന നിമിഷം എമിലിയാനോ മാർട്ടിനസിന്റെ കാലിൽ പന്ത് തട്ടിയപ്പോഴുള്ള ഒരു ചങ്കിടിപ്പുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം, അതിൻ്റെയൊക്കെ 10 മടങ്ങ് എന്ന് പറയുന്ന തരത്തിലൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു. എന്തായാലും ആരാധകരുടെ മനം നിറച്ചാണ് മെസ്സി. എനിക്കൊരു വലിയ വിഷമമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ മഹേഷ. നമ്മൾ ഈ കാണുന്ന ഫ്ലെക്സ് Nobody can do it. Could you understand? Can I speak? Yes. Could you understand? Can I speak? Yeah. Nobody can do it. There is only one person, Messi. That is Lion Messi. Lion. It's all about. That is Lionel Messi. അതെ, പിന്നെ ഞാൻ ഈ ബ്രസീൽ ഫാൻസിനോട് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കാതിരിക്കുന്ന മോശമല്ലേ. അയാൾക്ക് ഒരു കിരീടം കിട്ടാതെ പോയതിന്റെ ഒരു സങ്കടം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ നെയ്മർ കളി അവസാനിപ്പിച്ച് പോയതെന്ന് ഭയങ്കര വിഷമമാണ്. കാരണം നമുക്ക് ബ്രസീൽ ആരാധകർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി നമുക്ക് പരാജയം ചെയ്യേണ്ടത്. പക്ഷേ ഇതിഹാസങ്ങൾ വിടും. ഇന്നലെ റൊണാൾഡോ ഇനി ലോകകപ്പിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയുന്നത് ഒരു വലിയ. അതേപോലെ തന്നെയാണ് നെയ്മർ പോയി ഇനി കളിക്കത്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അത് നമുക്കൊരു വിഷമമാണ്. കൊണ്ടുവരണം അദ്ദേഹം ഒരു കളിയും കൂടെ തിരിച്ചു. അല്ല, 34 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു കളി കൂടെ വേണമെങ്കിൽ നമുക്ക് കളിക്കാം. ഇപ്പോൾ കഴിഞ്ഞ കോപ്പയിലൊക്കെ മെസ്സി വിട്ടുപോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ കുറേ കളിയാക്കിയിരുന്നല്ലോ. അതേപോലെ വേണമെങ്കിൽ അയാൾക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് ഒരു കളിയും കൂടെ ഒക്കെ കളിച്ചിട്ട് ലോകകപ്പൊക്കെ കളിക്കാൻ വേണമെങ്കിൽ കളിക്കാം.